ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ സ്റ്റുഡിയോ. അപ്പോൾ എല്ലാവരും ഒരുപോലെ കാത്തിരിക്കുന്ന ഒരു അപ്ഡേറ്റ് തന്നെയാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പര എന്ന് പറയുന്നത്. ജനുവരി 11 മുതലാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയ്ക്ക് തുടക്കമാവുന്നത്. അപ്പോൾ ഇന്നലെ അഫ്ഗാനിസ്ഥാൻ്റെ ടീം പ്രഖ്യാപനമുണ്ടായിരുന്നു. നമുക്കറിയാം, ഇബ്രാഹിം സബ്ദ്രാൻ നേതൃത്വം നൽകുന്ന നിരയിലേക്ക് റാഷിദ് ഖാൻ എന്ന അവരുടെ ലോകോത്തര സ്പിന്നർ മടങ്ങിയെത്തുന്നു. നൂർ അഹമ്മദ് തുടങ്ങിയ മിസ്റ്ററി സ്പിന്നർമാരും അടങ്ങുന്നൊരു മികച്ച നിര തന്നെയാണ് ഇന്നലെ അഫ്ഗാനിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് പ്രഖ്യാപിച്ചത്. അപ്പോൾ ഇനി എല്ലാവരുടെയും ആകാംക്ഷയുടെ കണ്ണുകൾ ഇന്ത്യൻ നിരയിലേക്കാണ്. നമുക്കറിയാം, ഇന്ത്യൻ ടീമിൻ്റെ പ്രഖ്യാപനം ഇന്നലെ ഉണ്ടാകുമെന്ന് പറഞ്ഞെങ്കിലും ഇന്നലെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഇന്ന് വൈകിട്ട് ഇന്ത്യൻ ടീം പ്രഖ്യാപിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. സോ അതിനാൽ തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയിൽ തന്നെയാണ് ആരായിരിക്കും ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങിയെത്തുക, അല്ലെങ്കിൽ ആരായിരിക്കും ഇത്തവണ ഇന്ത്യയെ അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിലേക്ക് നയിക്കുക എന്നത്. നമുക്കറിയാം, രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി അടക്കമുള്ള സീനിയർ താരങ്ങൾ കുറേ കാലങ്ങളെ T20 ക്രിക്കറ്റിൽ നിന്നും ഇടവേളെടുത്തിരിക്കുകയാണ്. സോ ആ ഒരു സമയത്തൊക്കെ ഹാർദിക് പാണ്ഡ്യ എന്ന യുവതാരത്തിന് കീഴിലായിരുന്നു, താൽക്കാലിക ക്യാപ്റ്റന് കീഴിലായിരുന്നു ഇന്ത്യ T20 മത്സരങ്ങൾ കളിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ നിലവിൽ T20 ലോകകപ്പ് അടുത്തു നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പരമ്പരയിലേക്ക് എന്തായാലും നായകൻ രോഹിത് ശർമ്മ ഇന്ത്യൻ നിരയിലേക്ക് മടങ്ങിയെത്തും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിനൊപ്പം വിരാട് കോഹ്ലിയും ഇന്നത്തെ ആ ഒരു 11ലേക്ക് അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനെതിരായ ഒരു പരമ്പരയിലേക്ക് മടങ്ങിയെത്തുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാം, KL രാഹുൽ ഒരുപക്ഷെ ഇന്നത്തെ മത്സരത്തിൽ കളിക്കാൻ ചാൻസ് ഇല്ല. ഒരു ടീമിൽ ഇട നേട്ടാൻ ചാൻസ് ഇല്ല. അതോടൊപ്പം തന്നെ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ സീനിയർ താരങ്ങൾക്ക് റെസ്റ്റ് നൽകാനും ഇടയുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഹാർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ് എന്നിവരെക്കുറിച്ചുള്ള അപ്ഡേറ്റ്. നമുക്കറിയാം, ഇരു താരങ്ങൾക്കും പരിക്കേറ്റതിനാൽ അഫ്ഗാനിസ്ഥാൻ പരമ്പരയിൽ ഇരു താരങ്ങളും ഉണ്ടാകില്ല. മറ്റൊരു അപ്ഡേറ്റ് സഞ്ജു സാംസനെ കുറിച്ചാണ്. നമുക്കറിയാം, KL രാഹുൽ ഒരുപക്ഷെ ഇന്നത്തെ ടീം പ്രഖ്യാപനത്തിനുണ്ടായില്ലെങ്കിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് മലയാളി താരം ടീമിൽ ഉൾപ്പെടാനുള്ള ചാൻസും വളരെ കൂടുതലാണ്. KL രാഹുൽ നമുക്കറിയാം, കഴിഞ്ഞ ഏകദിന വേൾഡ് കപ്പിലും അതോടൊപ്പം തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിലൊക്കെ നിരന്തരമായി കളിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ താരത്തിന് വിശ്രമം നൽകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായി മലയാളി താരം സഞ്ജു സാംസനുമൊപ്പം സെക്കൻഡ് വിക്കറ്റ് കീപ്പർ ഓപ്ഷനുണ്ട്. ഒരുപക്ഷെ ഇഷാൻ കിഷനോ അല്ലെങ്കിൽ ജിതേഷ് ശർമ്മ എന്നിവരായിരിക്കും ടീമിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ പേസ് ബോളിങ്ങിലേക്ക് നമുക്കറിയാം, മുകേഷ് കുമാർ എന്ന യുവതാരമായിരിക്കും മെയിനായിട്ടും ഇത്തവണ പേസ് ബോളിങ്ങിലേക്ക് മടങ്ങിയെത്തുക. ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിക്കുകയായിരിക്കും ഇന്ത്യൻ മാനേജ്മെൻറ്റ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മൈ സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.